സ്കൂളുകളൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞോ എന്ന് സംശയമുണ്ട്. കാരണം ഈ സ്കൂളിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ വ്യാപാരങ്ങൾക്കുള്ള വേദികളാണ് കൂട്ടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പഠനമാണെങ്കിലും കോച്ചിങ് ആയാലും ട്യൂഷനായാലും ഇങ്ങനെ കുറേ ബിസിനസ്സുകളുടെ ഇടയിൽ ഈ ഞെരുങ്ങി അമരുകയാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. അവിടെ ഒരു സാംസ്കാരികപരമായ ഒരു സ്പേസ് ഇല്ല, കുട്ടികളെ കണ്ടെത്താനുള്ളൊരു സ്പേസില്ല. കുറേ അധ്യാപകർക്ക് ജോലി ചെയ്യാനുള്ളൊരു സ്ഥലമാണോ വിദ്യാഭ്യാസം? കുറേ കച്ചവടങ്ങൾ നടത്താനുള്ളൊരു സ്ഥലമാണോ വിദ്യാഭ്യാസം? ഞാൻ കേട്ടത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റെയറിൽ കൂടെ ആൺകുട്ടികളും പെൺകുട്ടികളും പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ സ്റ്റെയറിൽ കൂടെ നടത്താൻ വരെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കാലമൊക്കെ ഒരുപാട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കുകയും പുറകോട്ട് ഇറങ്ങുകയും ചെയ്യാൻ അമിതമായി പരീക്ഷകൾ ഒന്നിന് പുറകെ ഒന്ന്. പരീക്ഷ തന്നെ വലിയൊരു ബിസിനസ്സാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അങ്ങ് സ്കോളർഷിപ്പ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കച്ചവടങ്ങളാണ്. ട്യൂഷനും കോച്ചിങ്ങും ഒക്കെ വളരെ യങ് ഏജിൽ തന്നെ അവരുടെ തലയിലേക്ക് അടിച്ച് കയറ്റുകയാണ്. അവർക്ക് ഓടാനും കളിക്കാനും ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ആ അവധി മുഴുവൻ അസൈൻമെൻറ്റാണ്. ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള ഹോംവർക്കുകളാണ്. കുട്ടികളുടെ ജീവിതത്തിൽ വായന, യാത്ര, കലകൾ, കളികൾ ഇങ്ങനെയൊക്കെയുള്ള സ്പേസെല്ലാം കുറഞ്ഞു വരുന്നു. അമിതമായി ഇവരെ അനലൈസ് ചെയ്യുന്ന മുഴുവൻ ഒരു അക്കാഡമിക് സ്കെയിലിലാണ്. ഇതൊക്കെ ഭീകരമായി അടുത്തൊരു തലമുറയെ ബാധിക്കാൻ പോകുന്നു, ഒരു സംശയവുമില്ല. കുറേ മെഷീനുകളെ പോലുള്ള ഒരു വികാരവും ഇല്ലാത്ത കുറേ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതിനൊരു കാര്യമില്ല. വലിയ മേനി പറയുന്ന സ്കൂളുകളോടൊക്കെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ 20 വർഷത്തിൽ ഇറങ്ങിയ എത്ര കുട്ടികളെ നമുക്ക് പ്രതിഭകളെന്ന് വിളിക്കാൻ പറ്റും? എത്ര കുട്ടികളെ നമുക്ക് ലീഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും? എത്ര കുട്ടികൾ സമൂഹത്തിന്, അവനവൻ ജീവിക്കുന്ന സമൂഹത്തിന് ഒരു നേതൃത്വം കൊടുക്കാൻ, ഒരു ശക്തി കൊടുക്കാൻ കഴിവുള്ളവരായി മാറിയിട്ടുണ്ട്? ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. കുറേ കഞ്ഞി പ്രൊഫഷണലുകളെയൊക്കെ സൃഷ്ടിക്കാനാണ് നമ്മുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നടന്നിട്ടുള്ളതെങ്കിൽ, അന്യരാജ്യത്തേക്കൊക്കെ ഓടിപ്പോകുന്ന കുറേ പേടിത്തൊണ്ടന്മാരെ സൃഷ്ടിക്കാനാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്? APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമുക്ക് 2 തരത്തിലുള്ള മനുഷ്യരെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഒന്ന് ഓടുന്നവരെയാണ്, ദോസ് ഹു ഫ്ലൈ. വേറൊരു കൂട്ടരെന്ന് പറയുന്നത് ദോസ് ഹു ഫൈറ്റ്. തിരിഞ്ഞു നിന്ന് പോരാടാൻ കഴിയുന്ന കരുത്തുള്ളവരെയാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് സൃഷ്ടിച്ചെടുക്കേണ്ടത്.